എല്ലാവർക്കും നല്ല നമസ്കാരം. ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരു തീരുമാനം ആരോ ഒരു വ്യക്തി നടപ്പിലാക്കിയത് കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് നഗരസഭയിലെ പ്രതിപക്ഷ അംഗങ്ങൾ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. ഈ ബസ് സ്റ്റാൻഡിൽ വരുന്ന ബസ്സുകളിൽ നിന്നും സ്റ്റാൻഡ് ഫീ ഈടാക്കാറുണ്ട്. 18 രൂപയാണ് ഓരോ ബസ്സുകളിൽ നിന്നും ഈടാക്കുന്നത്. ഇത് മുൻകാലങ്ങളിൽ എങ്ങനെയാണെങ്കിൽ ഇത് സ്റ്റാൻഡുകൾ മൊത്തത്തിൽ ഓരോരുത്തരും ലേലത്തിൽ വിളിക്കും. ഒരു പാർട്ടി ലേലത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളിതിവിടെ ആർക്കോ സബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പൈസ ഒന്നും ആ പുള്ളിക്ക് ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് ഇയാൾക്ക് ഈ പറയുന്ന കാശൊക്കെ നഗരസഭയിൽ അടയ്ക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന്, പിന്നെ അതുമാത്രമല്ല സ്വകാര്യ വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബസ്സുകാർ പാർക്കിംഗ് ഫീ സ്റ്റാൻഡ് ഫീ കൊടുക്കാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഇയാൾ പൈസ അടയ്ക്കാത്തതിൻ്റെ ബേസിൽ നഗരസഭ ഒഴിവാക്കി. അതിനെ തുടർന്ന് നഗരസഭ ഈ സ്റ്റാൻഡ് ഫീ നേരിട്ട് നഗരസഭ പിരിക്കാനായിട്ടാണ് ഓഗസ്റ്റ് 9 നടന്ന കൗൺസിലിൽ തീരുമാനിച്ചത്. പക്ഷേ ആ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്നിപ്പോൾ സ്റ്റാൻഡിൽ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ പൈസ പിരിച്ചുകൊണ്ടിരിക്കുന്നു ബസ്സുകാരിൽ നിന്നും റെസീറ്റൊക്കെ വെച്ച്. അത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള CS സുരേഷ്, VJ ജോജി, വിജി സദാനന്ദൻ, ബിന്ദു ശശികുമാർ തുടങ്ങിയ പ്രതിപക്ഷങ്ങളുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും ഈ വിഷയം അയാളോട് സംസാരിക്കുകയും ഇത് പിരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഇതിൽ നിന്നും നഗരസഭ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭ തന്നെയാണ് ഇനി ഈ പൈസ പിരിക്കാൻ പോകുന്നത്. അപ്പോൾ നഗരസഭയുടെ ഒരു അനുമതിയില്ലാതെ എന്തുകൊണ്ടാണ് നിങ്ങൾ പിരിക്കണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വേറെ ഒന്നും ആ പിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കൊന്നും പറയാൻ സാധിച്ചില്ല. ഉടനെ തന്നെ ഈ പ്രതിപക്ഷ അംഗങ്ങൾ ആ റെസീറ്റ് അടക്കമുള്ള സംഗതികൾ മേടിക്കുകയും ഇനി ഇതിവിടെ പിരിക്കാൻ സാധിക്കില്ല, ഈ വിഷയത്തിൽ നഗരസഭ ഉചിതമായിട്ട് തീരുമാനം എടുത്തില്ലെങ്കിൽ ഇത് ക്രിമിനൽ നടപടി പ്രകാരമുള്ള കേസ് മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രതിപക്ഷ അംഗങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബസ് ജീവനക്കാരെയും തൊഴിലാളികളൊക്കെ വിവരം അറിയിച്ചു. അപ്പോൾ അവരിൽ നിന്നും അറിയാൻ സാധിച്ച സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പിരിവ് ഏകദേശം തുടങ്ങിയിട്ട് 1 മാസത്തിലധികമായി. അപ്പോൾ അവരും ചോദിക്കുന്നത് ഈ ചാലക്കുടി നഗരസഭയിൽ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു കാര്യം എങ്ങനെയാണ് നടക്കുക? ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ ഈ വെറുതെ കോമഡി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി മാത്രമാണോ? വെറുതെ ഈ ഷോ വർക്ക് നടത്താൻ വേണ്ടിയിട്ട് കുറേ തീരുമാനങ്ങൾ കസേരയിലിരിക്കുന്ന ആരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടി മാത്രമാണോ? അവിടെ തീരുമാനം എടുക്കുന്നു, നഗരസഭ നേരിട്ട് പിരിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ പിരിവ് മുഴുവനും നേരിട്ട് വേറൊരു വ്യക്തി നടത്തുന്നു. അത് പ്രതിപക്ഷ അംഗങ്ങൾ കൈയോടെ പിടികൂടുന്നു. ഇത്തരത്തിലുള്ളൊരു ഇടപെടലായിട്ടാണ് ഇന്നിപ്പോൾ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ കണ്ടത്. എന്തായാലും ബസ് തൊഴിലാളികളും ജീവനക്കാരും കടുത്ത പ്രതിഷേധത്തിലാണ്. യാതൊരുവിധ അറിയിപ്പുകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ ഇങ്ങനെ ഞങ്ങളെ കബളിപ്പിച്ചതിൽ വല്ലാത്ത അമർഷത്തിലാണ് ബസ് തൊഴിലാളികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ. എന്തായാലും ചാലക്കുടി നഗരസഭാ കൗൺസിലിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അതിന് യാതൊരു വിലയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കാണുന്നതെന്നാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. തൃശ്ശൂർ ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതാണ് നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ഇതിപ്പോൾ എത്ര വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്നത്? ഇത് നമ്മൾ 18 രൂപ വെച്ച് വാങ്ങിക്കുന്നത്. ബസ് സ്റ്റാൻഡ് ഫീസ് 18 രൂപ. ബസ് സ്റ്റാൻഡ് ഫീസ് 18 രൂപ. കഴിഞ്ഞ കൗൺസിലിൽ ഇത് ലേലം എടുത്തിട്ടുള്ള കോൺട്രാക്ടറുകാരൻ ഇവിടെ പാർക്കിങ് നിരവധി വണ്ടികൾ പുറത്തുള്ള വണ്ടികൾ പാർക്ക് ചെയ്യുന്ന കാരണം ബസ്സുകാർ ഫീസ് കൊടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ട് പോയി. കഴിഞ്ഞ കൗൺസിലിൽ തീരുമാനം എടുത്തത് നഗരസഭ നേരിട്ട് നടത്താനാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇന്ന് പറയാൻ പറ്റിയത് ഇവിടെ ഒരാൾ നിന്നിട്ട് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭ സെക്രട്ടറിയോട് വെച്ച് പറഞ്ഞു ഞങ്ങൾ ആരും പിരിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ പോലും പിരിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ സെക്രട്ടറിയായിട്ട് സംസാരിച്ചിട്ട് വരുന്നത്. പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം പിരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത് എത്ര ദിവസമായി പിരിച്ചു തുടങ്ങിയിട്ട്? 2 മാസമായി. ലേലം ചെയ്താലിട്ടുണ്ട് പോയി. കഴിഞ്ഞ കൗൺസിലിൽ പാസ്സാക്കി, കൗൺസിലിൽ രേഖാപൂർവ്വം ക്യാൻസൽ ചെയ്തു. കൗൺസിൽ രേഖാപൂർവ്വം ക്യാൻസൽ ആയതിനു ശേഷം നഗരസഭ നേരിട്ട് നടത്തുന്ന പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആരും വന്നില്ല. അപ്പൊ ഇപ്പൊ ഇത് തികച്ചും സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമല്ല, തിരിച്ചും തട്ടിപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇവിടെ പിരിക്കുന്നത് നഗരസഭ നേരിട്ട് പിരിക്കാനായിട്ട് നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇത് തടയാണ്. ശരിക്കും ഇദ്ദേഹത്തിന് പോലീസിനെ ഏൽപ്പിക്കേണ്ടത് അത് നഗരസഭ ഏറ്റെടുത്ത് ചെയ്യട്ടെ. എന്തായാലും ഇത് ഇന്ന് ഇവിടെ വെച്ച് നിർത്തിക്കും. നാളെ തുടങ്ങി നഗരസഭ നേരിട്ടും ചെയ്യണം. ഏപ്രിൽ 1 മുതൽ, അതായത് 2024 ഏപ്രിൽ 1 മുതൽ ചാലക്കുടി നഗരസഭ ബസ് സ്റ്റാൻഡ് അതിൻ്റെ ഫീസ് പിരിക്കാനുള്ള കുത്തക അവകാശം ഒരു വ്യക്തിക്ക് ലേലം ചെയ്ത് കൊടുത്തിരുന്നു. ആ ലേലം ചെയ്ത് കൊടുത്തതിന് ശേഷം 3-5 മാസം കഴിഞ്ഞപ്പോൾ ആ വ്യക്തി നഗരസഭയിലേക്ക് കത്ത് കൊടുക്കുകയാണ്. ഇവിടെ മറ്റു പല വണ്ടികളോട് പാർക്ക് ചെയ്യുന്നതിൻ്റെ പേരിൽ നഷ്ടത്തിലായതിൻ്റെ പേരിൽ ഞങ്ങൾ പിരിക്കണില്ല.
അതിൻ്റെ പേരിൽ ഞങ്ങളിത് ഒഴിവാക്കി തന്നെ ഇനി കാശുകളൊന്നും അടക്കില്ല എന്നുകൊണ്ട് കത്ത് കൊടുത്ത് ഫീസ് പിരിക്കില്ല എന്ന് ഇയാൾ 3-4 മാസമായിട്ട് പിരിക്കണില്ല എന്നാണ് അവിടെ കത്ത് കൊടുത്തിട്ടുണ്ടായത്. എന്നാൽ നഗരസഭയിലെ 50,000-ഓളം വരുന്ന ജനങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ചതിക്കുന്ന രീതിയിൽ നഗരസഭയുമായി ഒത്തുചേർന്നിട്ട് ഇയാളുടെ കുത്തകാവകാശം കഴിഞ്ഞ മാസം ചേർന്നിട്ടുള്ള കൗൺസിൽ യോഗത്തിൽ റദ്ദ് ചെയ്തു. ഇയാളുടെ കുത്തകാവകാശം റദ്ദ് ചെയ്യുകയും ഇയാളെ ഒഴിവാക്കിയിട്ട് പുതിയ ആളിൽ നിന്ന് നഗരസഭ നേരിട്ട് ഈ 18 രൂപ പിരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇന്ന് വരെ ചാലക്കുടി നഗരസഭ നേരിട്ട് പിരിക്കാതെ പഴയ ആൾക്ക് തന്നെ പിരിക്കാനുള്ള അനുമതി കൊടുക്കുകയും ഈ 6 മാസത്തെ കാലത്തെ ആ കാശും കൂടി ഇപ്പോൾ ഈ 6-7 മാസക്കാലമായിട്ട് ഈ 18 രൂപ വെച്ചിട്ട് ഈ കുത്തക ആള് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ലേലത്തിലെടുത്ത ആള് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. തികച്ചും നിയമവിരുദ്ധം. ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാവുന്നതല്ല. ഇത് ക്രിമിനൽ കുറ്റമാണ്. ചാലക്കുടി നഗരസഭ ഒത്തുകളിച്ചിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ്. ആ വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ വരെയുള്ള, അതായത് ഇന്ന് വരെയുള്ള കാശ് ഈടാക്കുകയും ഈ മാസം ഓഗസ്റ്റ് 22 മുതൽ വരെയുള്ള കാശ് ഈടാക്കുകയും അയാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കണം. അതല്ലെങ്കിൽ നഗരസഭയുടെ ഒത്തുകളിയായിട്ട് ഞങ്ങൾ കാണും. ഞങ്ങൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകും. ഒരു ദിവസം എത്ര വർഷം ഉണ്ടാവും? 1800. ഇന്നിപ്പോ നമ്മുടെ 2 സാഹിബ് ഇന്നിപ്പോ നമ്മുടെ 2 വണ്ടിന്ന് വാങ്ങി അതിന്റെ റെസീറ്റ് കൊടുത്തിട്ടുണ്ടോ? അതാണ് നേരം നഗരസഭയിൽ സെക്രട്ടറിയിൽ കൊടുക്കും. ചേട്ടൻ പോയി മേടിച്ചു. അപ്പൊ 20 രൂപ തിരിച്ചു കൊടുക്കാം. ബസ് തൊഴിലാളിയാണ്. ഇത് എത്ര കാലമായിട്ട് കാശ് കൊടുക്കുന്നുണ്ട്? എത്ര കൊടുക്കുന്നുണ്ട്? എത്ര വെച്ച് കൊടുക്കുന്നുണ്ട്? 15 എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട്. മുടക്കം വന്നിട്ടില്ല. നിലവിലുള്ള കോൺട്രാക്ടറെ കൊണ്ടുപോയി നഗരസഭനെ നേരിട്ട് നടത്തുന്നത്. ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല. ഇതുവരും ആരും ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾ ഒരാളും നഗരസഭ അറിയിക്കുന്ന ഒരാൾക്കും കൊടുക്കണ്ട. കൊടുക്കരുത്. തട്ടിപ്പാണ്, നിങ്ങളെ പറ്റിക്കലാണ്.